ഒന്ന് നെയ്യ് കുടിച്ചോടെ കളിക്കാണ്ട് ബേ നടന്ന ചിത്തു നടന്നു. എടാ ഇവിടെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ട് കേട്ടാ. എടാ അത് എക്സ് മിലിറ്ററിക്കാരനാ. മിലിറ്ററിക്കാർ കുപ്പി ചെലവാക്കിയാലും പൈസ ചെലവാക്കൂല. ഒരു 500 എഴുതിയാല് 250 കിട്ടിയെങ്കിലായില്ലേ. 250 കിട്ടിയെങ്കിലും ഒരു കുപ്പിയും ചോദിക്കണേ. ഒരു പെഗം കിട്ടിയാൽ മതി. ഒരു വെക്ക അല്ല 3 വെച്ച്. ആ അതൊക്കെ അല്ല നമ്മൊരു ക്ലബിന്റെ പ്രവർത്തകരാണ് ഇടയില്ലേ. എന്ത് ക്ലബ്ബിടോ? ഒരു ഒരു ക്ലബില് ഗ്രാമവേദി ക്ലബ്ബ് വലിയ പീഡിയത്തില് എല്ലാ കൊല്ലം നടത്താനേപ്പാ. എന്ത് ഓണാഘോഷടോ? 86-ലാണെന്ന് തോന്നുന്നു. ഞാൻ ഡെറാഡൂണിലുള്ള സമയത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ഞാനും ബൽവിന്ദർ സെക്രട്ടറിയും ഉള്ള സമയത്ത് നടത്തിയ ഓണാഘോഷം. അതൊക്കെ എന്താ ഓണാഘോഷം? കുഞ്ഞൊക്കെ സമ്മാനം പണിക്കാൻ എന്തെങ്കിലും ഇതാ ഇങ്ങനെ ഇങ്ങൊന്ന് കുറക്കാണ്ട് ഇതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞു. അരെ एक मिनट. ആദ്യം വിളിക്കുന്ന ശരിക്കും തരൂല പറയാനായിരുന്നു. ഒരു നാടാകുമ്പോൾ ഒരു ക്ലബ്ബ്, ഒരു അസോസിയേഷൻ എല്ലാം വേണ്ടേ? വേണം. കാറ്റെടുക്കുന്നുണ്ട് തോന്നുന്നു. നോക്കല്ല ബോംബായിരിക്കും. അല്ലട ഗ്രനേഡ് പൈസ എടുക്കുന്നുണ്ടല്ലോ. 50 അല്ലേ വേണ്ട, ഇത് വെച്ചോ. നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. സാധനം ചോദിക്കാം. അല്ലടാ ഈ തന്നത് ഒറിജിനൽ തന്നെ ആയിരിക്കും. കള്ളനോട്ടായി പോയാ നല്ലപ്പാ. നിങ്ങളാരാ? നമ്മളുടെ ക്ലബിൽ നിന്ന് ഇതിന്റെ ഓണത്തിന്റെ പരിപാടി സംഭാവനൊക്കെ വന്ന് സംഭാവനക്കാ? എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭാവന തന്നുവാ? അന്ന് തന്നു. അച്ഛൻ 5000 രൂപ തന്നിട്ടുണ്ട്. റെസീറ്റ് കൊടുത്തു. 5000 രൂപ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. അച്ഛന് തലക്ക് കുറച്ച് അസുഖമാണ്. അപ്പം ഈ ഒന്ന് കണ്ണ് തെറ്റിയാലേ ഈ വരുന്നിടത്തും പോകുന്നിടത്തല്ല ഇതാണ് അവസ്ഥ. നല്ല മനുഷ്യനല്ല. അപ്പോ 5000 രൂപ ഇപ്പൊ സംഭാവന തരാനുള്ള അവസ്ഥയിൽ അറിയാലോ. ഇടയ്ക്ക് താമസം മാറിയതേ ഇല്ല. അപ്പൊ ആ പൈസ ഒന്ന് തന്നെങ്കിലേ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കിട്ടേ സംഭാവന എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് അത് ആയിക്കോ. ഒന്നും തോന്നലാട്ടാ. ഏത് അരെ സാലേ നീ ഇവിടത്തേക്ക് എത്തിയ ഞാൻ നിന്ന് പൈസ മേടിച്ചോ? ആ മേടിച്ചു. നിങ്ങളെ മോനല്ലേ? അല്ല നിങ്ങൾക്ക് തലക്ക് വട്ടാന്ന് പറഞ്ഞ വട്ടടക്കല്ല, വട്ടോനിയാന്ന്. അതെന്റെ അനിയന്റെ മോനാണ്. മോനെ കൊണ്ടാ നാടേ വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിനി. എന്തൊരു ശല്യം നോക്കി. 5000 അങ്ങോട്ടും പോയി. ഇനി അമ്മ എങ്ങോട്ട് പോണ്ട്?